പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അവരുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. അവിടെ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയം അവിടെ ഉണ്ട്. അദ്ദേഹത്തെ എന്തായാലും കാണുന്നില്ല എന്ന് പറഞ്ഞ് അയൽവാസി കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിന്മേൽ പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരാധനയുടെയോ ആചാരത്തിൻ്റെയോ മതത്തിൻ്റെയോ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, ഒരു ക്രൈമാണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സമാധിയാകാനുള്ള അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ ആ സമാധി മൂടാനായിട്ട് മക്കൾക്ക് എന്താണ് അവകാശം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മരണശേഷം ചെയ്താലും അഥവാ ഈ പലരും പറയുന്നത് പോലെ അദ്ദേഹത്തിനെ അവർ കൊന്നിട്ട് ചെയ്തതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ഉം. ഇതിലേതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ക്രൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം ഉണ്ടാകുന്ന സമയത്ത് അതിനെ അന്വേഷിക്കാനായിട്ട് പോലീസ് അവിടെ വരും. സ്റ്റേറ്റിന് അവിടെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് മതാചാരമാണ് എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഗോപൻ സ്വാമിയുടെ കുടുംബം തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വിഷയമോ വസ്തുവുമായി ബന്ധപ്പെട്ടതോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈ മുസ്ലിം തീവ്രവാദികൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതൊന്നും തന്നെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമൊന്നുമല്ല.